തീർക്കും. ഇതേപോലെ ഇത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. ഇതിന് നിങ്ങൾ എന്ത് തരം സൈക്കോളജിയാണ് എടുത്തുകൊണ്ടിരുന്നത്? അത് പീഡോഫീലിയാണ്. അല്ലാതെ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വേറെ പേരൊന്നും ഇടണ്ട. ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞാല് തിരിച്ച് ബോസിനോട് ചീത്ത പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ആരോടെങ്കിലും ദേഷ്യം തീർക്കും. ഇതേപോലെ സീരിയസ്ലി ചൈൽഡ് അബ്യൂസിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ആണോ നമ്മൾ കേട്ടത്? റീലിൽ വന്നിട്ട് ഓവർ എക്സ്പ്രഷൻ ഇട്ടത് കൊണ്ട് എന്തിനെങ്കിലും കാര്യത്തിൽ ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ഒരു റെഫറൻസ് ഒന്നും ആവില്ല. അതിന് നിങ്ങൾ ഈ പഠനങ്ങൾ വായിച്ച് കുറച്ചൊക്കെ ഒരു ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി നമുക്ക് കാണിക്കാവുന്നതാണ്. ഒരു പൊതു ഇടത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ ആ ഇൻ്റലക്ച്വൽ ഹോണസ്റ്റിയോട് കൂടിയിട്ട് നിങ്ങൾ സംസാരിക്കുക. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഡിബേറ്റ് ചെയ്യാം. പിന്നെ യു ആർ ഓൾവേസ് വെൽക്കം. നമുക്ക് ഹെൽത്തി ആയിട്ട് ഡിബേറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, അത് എഗ്രി ചെയ്യാം, ഡിസഗ്രി ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു തിയറി, ഇപ്പോൾ ഒരു വിഷം ഉള്ളിൽ ചെന്ന് എങ്ങനെ മരിക്കുന്നു എന്നൊരാൾ അതിൻ്റെ ഒരു തിയറി പറയുന്ന സമയത്ത് ഇയാൾ എല്ലാവരെയും വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നു എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ നമ്മൾ പറയില്ലല്ലോ. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ കുട്ടികളെ അസോൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രായമുള്ളവരെ അസോൾട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതിന് ചില തിയറികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ തിയറികൾ നമ്മൾ കോട്ട് ചെയ്യുക ചെയ്യണം. അതും ഇതിനൊരു കാരണമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി? ഇപ്പോൾ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി 100 വർഷം മുമ്പുള്ളതാണ്. 2021 ആദം ലങ്ഫോർഡ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അത് അദ്ദേഹം കൊണ്ടുവരുമ്പോൾ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളാണ്. സെക്ഷലി ഒരാൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, അൺഫുൾഫിൽഡ് ഡിസയർ ടു ഹാവ് സെക്സ് ആണ്. ഒരാളെ സെക്സ് ചെയ്യാനുള്ളൊരു ഡിസയർ ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല. രണ്ടാമത്തത് അൺഅവൈലബിൾ പാർട്ട്നേഴ്സ് ആണ്. അൺഅവൈലബിൾ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കോവർക്കേഴ്സ് ഉണ്ട്, കൂടെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്, നമ്മളെ ഫെലോ സ്റ്റുഡൻസ് ഉണ്ട്, കൊലീഗ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഈവൻ സെലിബ്രിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സ്ട്രേഞ്ചേഴ്സ് ഉണ്ട്, ഇടയ്ക്ക് മിന്നി മറിഞ്ഞ് കണ്ടുപോകുന്ന സ്ട്രേഞ്ചേഴ്സ് വരെ. ഇതെല്ലാം ഒരാൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്ന, സെക്ഷലി കിട്ടാതെ പോകുന്ന അൺഅവൈലബിൾ പാർട്ട്നേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അൺസാറ്റിസ്ഫൈഡ് സെക്ഷൽ ആക്ടിവിറ്റീസ്. ഒരാൾക്ക് ഒരു പാർട്ട്ണർ ഉണ്ട്, പക്ഷേ അയാൾ ആ സെക്ഷൽ ആക്ടിവിറ്റീസ് സാറ്റിസ്ഫൈഡ് അല്ല. ഇവർക്കെല്ലാം പല രൂപത്തിലും ഫ്രസ്ട്രേഷൻ എന്നാണ്. ഈ ഫ്രസ്ട്രേഷൻ അവർ റിലീസ് ചെയ്യുന്ന അഗ്രഷൻ എന്ന് പറഞ്ഞാൽ അത് റിലീഫ് സീക്കിങ്, അതേപോലെ തന്നെ പവർ സീക്കിങ്, ഇങ്ങനെ പല രൂപത്തിൽ അദ്ദേഹം ആ പേപ്പറിൽ പറയുന്നുണ്ട്. അത് ഈ റിലീഫ് സീക്കിങ്ങും പവർ സീക്കിംഗ് ഒക്കെ അത് അസോൾട്ട്, റേപ്പ്, ഇങ്ങനെയുള്ള പലതിലൂടെയും പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്നത്. ചിലപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആകും, അത് ആ ടാർഗറ്റ് അല്ലാതെ മറ്റ് ടാർഗറ്റിലേക്ക് പോകുന്നു എന്നെല്ലാം പറയുന്നത് നമുക്ക് കാണാം. ഇതേപോലെ 2011 വന്ന പഠനം, റിച്ചാർഡ് ആൻഡ് പാട്രിക് 2 പേര് പുറത്തിറക്കിയ റിസർച്ച് പേപ്പർ, സെക്ഷൽ അസാൾട്ട് ആസ് എ ക്രൈം ഓൺ യങ് പീപ്പിൾ. എന്തുകൊണ്ടാണ് വളരെ യങ് ആയ ആളുകളിൽ, ചെറിയ കുട്ടികളിൽ കൂടുതലും സെക്ഷൽ അസോൾട്ട് വരുന്നത് എന്നുള്ളത് പേപ്പറാണ്. അതിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വരെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എത്ര പെർസെൻറ്റേജ് ഇവരെല്ലാം സെക്ഷലി അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ പഠനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു കാരണം പറയുന്നത് ഇവർ വളരെ വൾണറബിൾ കമ്മ്യൂണിറ്റിയാണ്, വളരെ വൾണറബിൾ ആണ്, അവരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റും, അവർ ഡിഫൻസ്ലെസ് ആണ്, വളരെ വീക്കാണ് എന്നുള്ളതാണ്. ഇതിന് എന്തുകൊണ്ട് ഒഫൻഡർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം ആ പേപ്പറിൽ പറയുന്നത് ബ്ലോക്കഡ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ബ്ലോക്കഡ് ഓപ്പർച്യൂണിറ്റി അവർക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികളിലേക്ക്, പ്രായമായവരിലേക്ക് എല്ലാം സെക്ഷൽ ഒഫൻഡേഴ്സ് അറ്റാക്ക് ചെയ്യാം, കടന്നു കയറാം എന്നുള്ളതാണ്. ഈ തിയറി ഒരാൾ പറയുമ്പോൾ അയാൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയണം. എന്തുകൊണ്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണോ, ഈ തിയറി നമ്മൾ കോട്ട് ചെയ്തതാണോ എന്നുള്ളത്. ഒന്നും കൂടി പറഞ്ഞാൽ 2007 പുറത്തിറങ്ങിയ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ APA ടാസ്ക് ഫോഴ്സ് ഓൺ സെക്ഷലൈസേഷൻ ഓൺ ഗേൾസ് എന്നുള്ള പഠനം, ഈ പഠനങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഈ പഠനങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട്, അതല്ലാതെ വായിച്ചു നോക്കിയിട്ടൊന്നും മറുപടി പറയണം. കാരണം അതല്ലാതെ നമുക്ക് നമ്മൾ പറയുന്നതൊന്നും നമ്മൾ കുക്ക് ചെയ്തെടുത്ത സാധനങ്ങളല്ല. അത് ലോകത്ത് പലയിടത്തും ഇത്തരം റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള റിസർച്ചുകൾ നടക്കണം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അപ്പോഴാണ് നമുക്കത് വളരെ എഫക്റ്റീവായിട്ട് തടയാൻ പറ്റുക. ആ തടയാനുള്ള കാരണങ്ങളെ ഇത്തരം തിയറികളിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ വി ആർ സപ്പോർട്ടിങ് ടു പ്രിവെൻറ്റ് സച്ച് ടൈപ്പ് ഓഫ് അറ്റാക്സ്, അസോൾട്ട്, റേപ്പ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ. അപ്പോൾ അതാണ് നമ്മളും ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ കുറച്ച് ഇൻ്റലക്ച്വലി ഹോണസ്റ്റ് ആവുക. ഇൻസ്റ്റാഗ്രാമിൽ, സോഷ്യൽ മീഡിയയിൽ എല്ലാ മാന്യ മഹാ ഫെമിനിസ്റ്റ് ജനങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ ഈ പേപ്പേഴ്സൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് കുറച്ച് ഹോണസ്റ്റ് ആയിട്ട് പ്രതികരിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.